പാലക്കാട് പരുതൂർ കുളമുക്കിൽ യുവാവ് മരിച്ചത് കാഞ്ഞിരക്കായ കഴിച്ചതിനെ തുടർന്നാണെന്ന് സംശയം. ക്ഷേത്ര ചടങ്ങിന്റെ ഭാഗമായ ആട്ടിനിടെയാണ് യുവാവ് കാഞ്ഞിരത്തിന്റെ കായ കഴിച്ചത്. കുളമുക്ക് സ്വദേശി ഷൈജുവാണ് മരിച്ചത്. നിഖിൽ പ്രമേഷ് ചേരുന്നു വിശദാംശങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്ന്. നിഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഇന്ന് പുലർച്ചെയാണ് ക്ഷേത്ര ആചാരത്തിന്റെ ഭാഗമായ ആട്ട് എന്ന ചടങ്ങ് നടക്കുന്നതിനിടെ അവിടെ വെളിച്ചപ്പാടായിരുന്ന ഈ യുവാവ് ഷൈജു എന്ന 43-കാരൻ, കുളമുക്ക് സ്വദേശിയാണ് അദ്ദേഹം ഈ പഴങ്ങൾ ഒക്കെ നേദിക്കാൻ വേണ്ടി വെച്ചിരുന്നു. അത് കഴിക്കുന്ന പതിവുണ്ട്. ഹനുമാൻ സ്വാമിക്ക് നേദിക്കുന്ന ഈ പഴങ്ങൾ അതിൻ്റെ ഒപ്പം ഈ കാഞ്ഞിരത്തിൻ്റെ കായും ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഇത് കഴിക്കാറില്ല, ഇത് ഒപ്പം വെക്കാറേ ഉള്ളൂ, കഴിക്കാറില്ല എന്നുള്ളതാണ് ഈ കുടുംബക്കാർ പറയുന്ന കാര്യം. എന്നാൽ ഇദ്ദേഹം ഇത് കഴിക്കുകയും അതിനുശേഷം ഈ ചടങ്ങൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഇദ്ദേഹം തിരികെ എത്തിയതിനു ശേഷം ശാരീരിക അസ്വാസ്ഥ്യം ഇദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം മരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന കാര്യം. നമ്മളിപ്പോൾ തൃത്താല CIയുമായി ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം പറയുന്നത് ഇത് തന്നെയാണ്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ കാഞ്ഞിരക്കായ കഴിച്ചതാണോ മരണകാരണമായത് എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഈ ചടങ്ങിൽ വളരെ സജീവമായി പങ്കെടുക്കുകയും അവിടുത്തെ വെളിച്ചപ്പാടായി ആ ചടങ്ങ് നിയന്ത്രിക്കുകയും ആ ചടങ്ങിന് നേതൃത്വം നൽകുകയും ഒക്കെ ചെയ്തിരുന്ന ആളാണ്. തൃത്താല പോലീസ് സംഭവ സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ ഇതിനോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിന് കലശലായിട്ടുള്ള ശാരീരിക അസ്വസ്ഥത മാത്രമാണ് ഉണ്ടായിരുന്നത്. മരിച്ചിരുന്നില്ല. ആശുപത്രിയിൽ എത്തിയ ശേഷമാണ് മരണം സ്ഥിരീകരിക്കുന്നത്. ഇദ്ദേഹം ഈ വെളിച്ചപ്പാടായതിൻ്റെ ഭാഗമായി ഇദ്ദേഹത്തിൻ്റെ തലയുടെ ഭാഗത്ത് വാളുകൊണ്ട് വെട്ടിയതിൻ്റെ പാടുകളും മറ്റും ഉണ്ടായിരുന്നു. മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം ഇപ്പോൾ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഈ കാഞ്ഞിരത്തിൻ്റെ കായ് കഴിച്ചതാണോ മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ അറിയാൻ കഴിയൂ. അത് അല്പസമയത്തിനകം അറിയാൻ കഴിയുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സാധാരണഗതിയിൽ ഇത് കഴിക്കാറില്ല, ഇത് ഒരു നേദ്യമായി അവിടെ വെക്കാറ് മാത്രമാണ്, പഴങ്ങൾക്കൊപ്പം ഇത് വെക്കാറ് മാത്രമാണ് ഉള്ളത്. പക്ഷേ ഇദ്ദേഹം ഇത് എടുത്ത് കഴിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഇദ്ദേഹത്തിന് ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബന്ധുക്കളെല്ലാം തന്നെ ഇപ്പോൾ താലൂക്ക് ആശുപത്രിയിൽ ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. അവിടുത്തെ വാർഡ് മെമ്പർ അടക്കം വ്യക്തമാക്കിയ കാര്യം, ഇത് കഴിച്ച ഉടനെ ഇദ്ദേഹത്തിനൊരു ശരീരത്തിന് വലിയ പ്രയാസം ഉണ്ടാവുകയും ബന്ധുക്കളോടൊക്കെ അക്കാര്യം പറയുകയും മസിൽ കയറിയതായിരിക്കാമെന്ന് കരുതി അല്പസമയം കാത്തിരിക്കുകയും എന്നാൽ ഇത് അത്തരത്തിലുള്ളൊരു അവസ്ഥയല്ല എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ പിന്നീട് ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു എന്നുമാണ് വാർഡ് മെമ്പർ അടക്കം വ്യക്തമാക്കിയത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിയ ശേഷം ഇദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുകയായിരുന്നു. ഉന്മേഷ്. ശരി, നിഖിൽ പ്രമേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. പാലക്കാട് പരുതൂർ കുളമുക്കിലാണ് കാഞ്ഞിരക്കായ കഴിച്ചതിനെ തുടർന്ന് യുവാവ് മരിച്ചു എന്നുള്ള സംശയം ഉയർന്നിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ.